എസൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ മലയാളം സീരീസിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ഈ അധ്യായത്തിൽ നമ്മളിന്ന് വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ആം ഈസ് ആർ എന്നുള്ളതിൻ്റെ പ്രയോഗങ്ങളാണ് പഠിച്ചത്. അതിൻ്റെ ചോദ്യരൂപങ്ങളും ഒപ്പം തന്നെ അതിൻ്റെ ചോദ്യങ്ങളല്ലാത്ത രൂപങ്ങളും, അതായത് അഫർമേറ്റീവ് സെൻറ്റൻസുകൾ, പ്രസ്താവന രൂപങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന മൂന്നാമത്തെ ലെസൺസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ലെസൺ ഐ ആം ഡൂയിങ് അഥവാ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് മൂന്നാമത്തെ ലെസണിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഐ ആം ഡൂയിങ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയതും എന്നാൽ അവസാനിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രവൃത്തിയെ കുറിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ചിത്രങ്ങൾ ആദ്യം നൽകിയിരിക്കുന്നു, എന്നിട്ട് ചില സെൻറ്റൻസുകൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആദ്യം നോക്കാമെന്നതാണ്. ഐ ആം ഈറ്റിംഗ്, ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അതായത് ഞാൻ കഴിക്കുക എന്നുള്ള പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ അത് അവസാനിച്ചിട്ടില്ല എന്നർത്ഥം. ഷീ ഈസ് ഈറ്റിംഗ്. അതിൻ്റെ നെഗറ്റീവ് വരുന്നത് ഷീ ഈസ് ഇൻ റീഡിങ്. എങ്ങനെയാണ് നെഗറ്റീവ് ആം ഈസ് ആർ എന്നുള്ളതിൻ്റെ നെഗറ്റീവ് ഫോമുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഷീ ഈസ് ഇൻ റീഡിങ്, അവൾ വായിക്കുകയല്ല എന്നർത്ഥം. അടുത്ത നോക്കൂ, ഇറ്റ്സ് റൈനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ സൺ ഈസ് ഇൻ ഷൈൻ, സൂര്യൻ ഷൈൻ ചെയ്യുന്നില്ല, അതായത് വെയിലില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ അവസാനിച്ചിട്ടില്ല. മൂന്നാമത്തെ ചിത്രം നോക്കൂ, വി ആർ റണ്ണിങ്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ദേ ആർ റണ്ണിങ്, അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഇൻ ടു വാക്കിംഗ്, അവർ നടക്കുകയല്ല എന്നർത്ഥം. ഓക്കെ, ഈ പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസുകളും അതിൻ്റെ ഷോർട്ട് ഫോമുകളും ഒന്നും രണ്ടും അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് കൊണ്ട് ഇവിടെ വിശദീകരിക്കേണ്ടതില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ഈസ് ആം ഈസ് ആർ പ്ലസ് ING ഫോം, ഒരു വെർബിൻ്റെ ING ഫോം യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് എന്തു പറയുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് തുടങ്ങിയതും എന്നാൽ അവസാനിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഏമാണ് ഉപയോഗിക്കേണ്ടതെന്നും ഐ ഒഴികെയുള്ള ഏകവചനങ്ങളാണെങ്കിൽ ഈസാണ് ഉപയോഗിക്കേണ്ടതെന്നും മറ്റ് ബഹുവചനങ്ങളാണെങ്കിൽ ആറാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒന്നും രണ്ടും അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നോക്കാം, ഐ ആം പ്ലസ് ING, ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അതായത് ജോലി ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ അവസാനിച്ചിട്ടില്ല. ഐ ആം നോട്ട് വർക്കിംഗ് എന്നാണെങ്കിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അത് ഹി ഷീ ഇറ്റ് വരുമ്പോൾ ഈസ് എന്നാകുന്നു. വിശദമായി ഒന്നും രണ്ടും അധ്യായങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഷീ ഈസ് ഇൻ ക്രിസ് ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ക്രിസ് ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഓക്കെ, ക്രിസ് എന്നുള്ളത് ഏകവചനമായതുകൊണ്ട് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നു. ഷീ ഈസ് ഇൻ ഈറ്റിംഗ്, അവൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നർത്ഥം. ഓർ ഷീ ഈസ് നോട്ട് ഈറ്റിംഗ്. ഇവിടെ ഷോർട്ട് ഫോം ഈസ് ഇൻ അവിടെയും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈസ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഷീ ഈസ് നോട്ട് ഈറ്റിംഗ് എന്ന് പറയാം, ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നർത്ഥം. ദ ഫോൺ ഈസ് റിങ്ങിങ്, ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ ഏകവചനമായതുകൊണ്ട് ഈസ് ഉപയോഗിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം വരുന്നു. ഇനി ബഹുവചനമാണെങ്കിൽ ആർ അല്ലെങ്കിൽ ING, യു, വി, യു, ദേ എന്നിവയ്ക്ക് ശേഷം ആർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ING ഫോം ഉപയോഗിക്കുന്നു. വി ആർ ഹാവിങ് ഡിന്നർ, ഞങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് ലിസണിങ് ടു മീ, നീ ഞാൻ പറയുന്നത് കേൾക്കുകയല്ല അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുകയല്ല എന്നർത്ഥം. യു ആറിൻ്റ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ദ ചിൽഡ്രൻ ആർ ഡൂയിങ് ദെയർ ഹോംവർക്ക്, കുട്ടികൾ അവരുടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം വരുന്നു. ആം ഈസ് ആർ പ്ലസ് ING, സംതിങ് ഈസ് ഹാപ്പനിങ് നൗ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് വെയറിങ് എ ഹാറ്റ്, അവളൊരു ഹാറ്റ് ധരിച്ചിരിക്കുകയാണ്. ആൻഡ് ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം നോട്ട് വാച്ചിങ് ടെലിവിഷൻ, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയല്ല എന്നർത്ഥം. അപ്പോൾ പാസ്റ്റ്, നൗ ആൻഡ് ഫ്യൂച്ചർ, അപ്പോൾ പാസ്റ്റ് കഴിഞ്ഞു പോയ കാലത്തെയും അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെയും അല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ് ആം ഈസ് ആർ എന്നുള്ള പ്രൈമറി ഓക്സിലറി വെർബിന് ശേഷം ING ഉപയോഗിക്കുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. പ്ലീസ് ബി ക്വയറ്റ്, ഐ ആം വർക്കിംഗ്, ശാന്തരാവും, ഞാൻ ഒച്ചും ബഹളമൊന്നും ഉണ്ടാക്കാതിരിക്കും, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ പറയുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ലുക്ക് അറ്റ് സ്യൂ, ഷീ ഈസ് വെയറിങ് ഹെർ ന്യൂ ഹാറ്റ്, നോക്കൂ സ്യൂവിനെ നോക്കൂ, അവൾ ഒരു ഹാറ്റ് ധരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഷീ ഈസ് വെയറിങ് ഇറ്റ് നൗ, ഇപ്പോൾ ആ പറയുന്ന നിമിഷത്തിൽ അത് ധരിച്ചിട്ടുണ്ട് എന്നർത്ഥം വരുന്നു. ദ വെദർ ഈസ് നൈസ് അറ്റ് ദ മൊമെന്റ്, ഇറ്റ്സ് നോട്ട് റൈനിങ്, ഇപ്പോൾ കാലാവസ്ഥ വളരെ നൈസാണ്, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് റൈനിങ്, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നർത്ഥം. ആൻഡ് വേർ ആർ ദ ചിൽഡ്രൻ, ദേ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്, വിദ്യാർത്ഥികൾ എവിടെയാണ്?
കുട്ടികൾ എവിടെയാണ്? അവർ കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നർത്ഥം. പറയുന്ന നിമിഷത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നർത്ഥം. ഒരു ഫോണിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ് അടുത്തത്. വി ആർ ഹാവിങ് ഡിന്നർ നൗ, കെൻ യു ഫോൺ അഗെയിൻ ലേറ്റർ? ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമോ എന്നർത്ഥം. അപ്പോൾ വി ആർ ഹാവിങ് ആർ പ്ലസ് ing ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം വരുന്നു. യു ക്യാൻ ടേൺ ഓഫ് ദ ടെലിവിഷൻ, ഐ ആം നോട്ട് വാച്ചിങ് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ടെലിവിഷൻ ഓഫ് ആക്കാം, ഞാനിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നർത്ഥം വരുന്നു. ഐ ആം നോട്ട് വാച്ചിങ്. അപ്പോൾ ഐ ആം നോട്ടിന് ശേഷം ing വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നർത്ഥം. ഓക്കെ, ഇവിടെ സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഈ കം എന്നുള്ളത് ഈ മാറിയതിന് ശേഷം ing വരുന്നു. ഓക്കെ, കമ്മിങ്. റൈറ്റ് എന്നുള്ളത് റൈറ്റിലത്തെ ഈ മാറ്റിയതിന് ശേഷം ആണ് ing ഉപയോഗിക്കുന്നത്. ഡാൻസ് എന്നുള്ളത് ഡാൻസിലെ ഈ മാറ്റിയതിന് ശേഷമാണ് ing ഉപയോഗിക്കുന്നത്. അപ്പോൾ റൺ എന്നുള്ളത് എൻ എന്നുള്ളത് ഡബിൾ ആവുന്നു, റണ്ണിങ്. സിറ്റ് എന്നുള്ളത് ടി എന്നുള്ളത് ഡബിൾ ആവുന്നു, സിറ്റിംഗ്. സ്വിം എന്നുള്ളത് എം ഡബിൾ ആവുന്നു. ഓക്കെ, ലൈ എന്നുള്ളത് ഈ മാറ്റിയിട്ട് നമ്മൾ മാറ്റിയതിന് ശേഷം വൈ ചേർത്ത് ing ആക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം സ്പെല്ലിങ്ങുകളെ കുറിച്ച് ഈ പുസ്തകത്തിലെ അവസാന ഭാഗത്തുള്ള അപ്പൻഡിക്സ് 5 നമ്മൾ വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് അപ്പൻഡിക്സ് 5 ആണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നോക്കാം. ആം ഈസ് ആർ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് യൂണിറ്റ് 1 ആർ യു ഡൂയിങ് ക്വസ്റ്റ്യൻ ഫോമുകൾ യൂണിറ്റ് 4 ആൻഡ് ഐ ആം ഡൂയിങ് ആൻഡ് ഐ ഡു തമ്മിലുള്ള വ്യത്യാസം യൂണിറ്റ് 8 ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ടുമോറോ എന്നുള്ള ചോദ്യരൂപങ്ങൾ യൂണിറ്റ് 26 ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഐ ആം ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. തുടങ്ങിയതും എന്നാൽ അവസാനിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രവൃത്തിയെ കുറിക്കാനാണ് ആം ഈസ് ആർ പ്ലസ് ing ഫോമുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട എക്സർസൈസുകളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ എക്സസൈസ് ഒരു 6 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈറ്റ്, ഹാവ്, ലൈ, പ്ലേ, സിറ്റ്, വെയിറ്റ് എന്നിങ്ങനെ 6 വെർബുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. വാട്ട് ആർ ദീസ് പീപ്പിൾ ഡൂയിങ്? അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ എഴുതണം. യൂസ് ദീസ് വേർബ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ഒന്നാമത്തെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷീ ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. അവൾ ആപ്പിൾ കടിച്ചുകൊണ്ടിരിക്കുകയാണ്, തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. രണ്ടാമത്തത് ബസ് സ്റ്റോപ്പിൽ ഒരാൾ കാത്തു നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിലെ ഏത് വെർബാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ആ വെർബ് ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് കുറച്ച് ആളുകൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥത്തിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. നാലാമത്തത് ഒരാൾ തറയിൽ കിടക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. അഞ്ചാമത്തത് കുറച്ച് പേർ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. ആറാമത്തത് ഒരാൾ ഇരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സെൻറ്റൻസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഇതിലെ ആൻസർ കീ ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാഠഭാഗം ഒന്നുകൂടെ പഠിച്ച് നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് എല്ലാ ആൻസറും കറക്റ്റ് ആയിരിക്കും. അതേപോലത്തെ രണ്ടാമത്തെ എക്സസൈസ്, കംപ്ലീറ്റ് സെൻറ്റൻസസ്, യൂസ് വൺ ഓഫ് ദ വെർബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വെർബുകളിൽ കണ്ട ബിൽഡ്, കുക്ക്, ഗോ, ഹാവ്, സ്റ്റാൻഡ്, സ്റ്റേ, സ്വിം, വാക്ക് എന്നിങ്ങനെ വെർബുകൾ കൊടുത്തിട്ടുണ്ട്. ആ വെർബുകൾ കൊടുത്തുകൊണ്ട് ഈ സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. 8 സെൻറ്റൻസുകൾ. പ്ലീസ് ബി ക്വയറ്റ്, ഐ ആം വർക്കിംഗ്. ഒന്നാമത്തത് ഉദാഹരണം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തത് ഉദാഹരണം ഇല്ല. ഇതിൽ നിന്ന് ഏതെങ്കിലും വെർബ് എടുത്ത് കൃത്യമായ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ എക്സസൈസ് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ചിത്രത്തിലേക്ക് നോക്കുക. റൈറ്റ് സെൻറ്റൻസസ് അബൌട്ട് ജെയിൻ. ജെയിൻ ആണ് ഇവിടെ ചിത്രത്തിലിരിക്കുന്നത്. ജെയിനെ കുറിച്ച് ഷീസ് പ്ലസ് ing അല്ലെങ്കിൽ ഷീസ് പ്ലസ് ing യൂസ് ചെയ്തുകൊണ്ട് ഒരു 8 സെൻറ്റൻസുകൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ 2 സെൻറ്റൻസുകൾ ഇവിടെ ഉദാഹരണമായി കൊടുത്തിരിക്കുന്നു. ഒന്ന് ഹാവ് ഡിന്നർ എന്നുള്ള വെർബ്. ജെയിൻ ഈസ് ഇൻ ഹാവിങ് ഡിന്നർ. ജെയിൻ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നെഗറ്റീവ് ഫോം വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഉദാഹരണം ഉണ്ടാക്കിയിട്ടുള്ളത്. വാച്ച് ടെലിവിഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഷീ ഈസ് വാച്ചിങ് ടെലിവിഷൻ. അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സിറ്റ് ഓൺ ദ ഫ്ലോർ, റീഡ് എ ബുക്ക്, പ്ലേ ദ പിയാനോ, ലോഫ്, വെയർ എ ഹാറ്റ്, റൈറ്റ് എ ലെറ്റർ. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട റിയൽ ആയിട്ടുള്ള സെൻറ്റൻസുകൾ മേക്ക് ചെയ്യുകയാണ് മൂന്നാമത്തെ എക്സസൈസിൽ ചെയ്യേണ്ടത്. നാലാമത്തെ എക്സസൈസിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദ മൊമെൻറ്റ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റൈറ്റ് ട്രൂ സെൻറ്റൻസസ്. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റിയൽ ആയിട്ടുള്ള ഒരു 10 സെൻറ്റൻസുകൾ എഴുതുക എന്നുള്ളതാണ്. അതിൽ 2 സെൻറ്റൻസുകൾ ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒന്ന് ഐ വാഷ് മൈ ഹെയർ എന്നുള്ള 3 വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഐ ആം നോട്ട് വാഷിംഗ് മൈ ഹെയർ എന്നുള്ളൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇറ്റ് സ്നോ എന്ന് കൊടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് സ്നോയിങ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻ സ്നോയിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അതേപോലെ ഐ സിറ്റ് ഓൺ എ ചെയർ, ഐ ഈറ്റ്
ഇറ്റ് റൈൻ, ഐ ലേൺ ഇംഗ്ലീഷ് എന്നിങ്ങനെയുള്ള ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ മൂന്നാമത്തെ അധ്യായം നമ്മളിവിടെ ഫിനിഷ് ചെയ്യുകയാണ്. ഇനി അടുത്തത് നമ്മൾ നാലാമത്തെ അധ്യായം അടുത്ത വീഡിയോയിൽ നമുക്ക് നാലാമത്തെ അധ്യായവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിലെ ഓരോ സെൻറ്റൻസുകളും എഴുതിയ സെൻറ്റൻസുകൾ കറക്റ്റായ സെൻറ്റൻസുകൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് സ്പോക്കൺ ഇംഗ്ലീഷ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിന് പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാണ് കാര്യങ്ങളാവുക. നേരെ മറിച്ച് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നാവിന് കൂടെ, അതായത് സംസാര അവയവങ്ങൾക്ക് കൂടെ നിങ്ങൾക്ക് കൃത്യമായ ട്രെയിനിങ് ലഭിക്കും. അങ്ങനെ ട്രെയിനിങ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സംസാരിക്കാനും കഴിയും എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ മൂന്നാമത്തെ അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത അധ്യായം നാലാമത്തെ അധ്യായവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.